വിട്ടുപോയെന്നാൽ മോക്ഷി കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. ലോകസംബന്ധ ഭവനം വിട്ടുപോയെന്നാൽ മോക്ഷി കൈകളാൽ തീർക്കാത്ത വീട്ടിൽ പാർത്തിടാമല്ലോ. സർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറുന്നേ. എന്നെ കേൾക്കുന്നവരെ, അടുത്തതായി പ്രവചനത്തിൽ നിവൃത്തിയാകേണ്ടത് ഉൽപ്രാവണമാണ്. ഏത് സമയവും ഉൽപ്രാവണം നടക്കും. രക്ഷിക്കപ്പെട്ട സഭാഭേദമന്യേ ഉള്ള ദൈവജനത്തെ മധ്യാകാശത്തിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ ഈ ലോകത്തിൽ അവശേഷിക്കുന്ന ക്രിസ്ത്യ സമൂഹം മതങ്ങളും കൂടെ ഒന്നിച്ചിട്ട് ഉണ്ടാകുന്ന മതസംഹിതയാണ് ഇവിടെ നമ്മൾ വായിച്ച മർമ്മം മഹദിയാം ബാബിലോൺ. എന്നാൽ വളരെ വ്യക്തമായി ഇതിനോടുള്ള ബന്ധത്തിൽ വചനത്തിൽ നമുക്ക് വെളിപ്പാട് തന്നിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പോൾ അത് എടുത്തതെന്ന് ചോദിച്ചാൽ, ഈ അടുത്ത ദിവസങ്ങളിൽ വാർത്തകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഞാൻ ആ പത്രങ്ങൾ എടുത്തുകൊണ്ടാണ് വന്നത്. കാരണം നമ്മൾ കൈകളിലൂടെ ഈ പത്രം ഈ ദിവസങ്ങളിൽ കടന്നുപോയി. ഇവിടെ വായിക്കുന്നുണ്ട്, അതായത് സർവ മതങ്ങളും ഒന്നിക്കുകയാണ്, ക്രിസ്ത്യ സമൂഹം ഒന്നിക്കുകയാണ്. 100ാമത്തെ വാർഷികം വത്തിക്കനിൽ ആരംഭിച്ചു. അല്ലെങ്കിൽ അവിടെ നിന്ന് ആഗോളമായി ശിവഗിരി മഠത്തിലെ വത്തിക്കൻ സമ്മേളനത്തിൻ്റെ സമാപനം, ലോക സമാധാനത്തിനായി മതചിന്ത വെടിഞ്ഞ് എല്ലാ മനുഷ്യരും പ്രയത്നിക്കണമെന്ന ആഹ്വാനമായി വത്തിക്കനിലെ ശിവഗിരി മഠം സംഘടിപ്പിച്ച സർവമത സമ്മേളനം, ആലുവയിൽ ആരംഭിച്ച ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ സിദ്ധാന്തം ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? വത്തിക്കനിൽ ചെന്നിട്ട് പോപ്പ് കൂടെ ആശീർവദിച്ച് ആഗോളമായ ഒരു മതത്തിനു വേണ്ടി, ഒരു ഏക മതത്തിനു വേണ്ടി ഇന്ന് പ്രയത്നിക്കുന്നതായി ഇന്ന് മനോരമയിൽ ഇത് വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ഡിസംബർ 2, 3, 4 തീയതികളിലാണ്. എനിക്കെല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ട്. ഇതാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ 2000 വർഷം മുമ്പ് എഴുതി വെച്ച കാര്യം. ഇത് പലരും വകതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് പറയട്ടെ, ഇതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യം കൂടി ഞാനിന്ന് വായിച്ചോട്ടെ. ശിവഗിരി മഠം ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലും വത്തിക്കൻ്റെ സഹകരണമുണ്ടാകും. മതങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ വത്തിക്കാൻ പ്രതിജ്ഞബദ്ധനാണ്. സർവമത പ്രാർത്ഥന, ശിവഗിരി മഠത്തിൽ സർവമത ആരാധന കേന്ദ്രം സ്ഥാപിക്കും. നിങ്ങൾ ഓർക്കണം, അബുദാബിയിൽ 3 മതങ്ങളുടെ ഒന്നിച്ചുള്ള ആരാധന സ്ഥലങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. കേരളത്തിൽ ഇവിടെ ശിവഗിരി മഠത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടെ ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ പോപ്പ് ആശീർവദിച്ച് അതിൻ്റെ ചിത്രം വരെ മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. എവിടോട്ട് പോകുന്നു ലോകം? അല്ലയോ ക്രിസ്ത്യ സമൂഹമേ, എന്നെ കേൾക്കുന്നവർ ഏത് മാധ്യമത്തിലൂടെ എന്നെ കേട്ടാലും പ്രിയപ്പെട്ട നിങ്ങളോട് പറയട്ടെ, മതങ്ങൾ ഒന്നിക്കും, ക്രിസ്ത്യ സമൂഹം ഒന്നിക്കും. എന്നാൽ അതിനു മുമ്പ് രക്ഷിക്കപ്പെട്ട ദൈവജനം ഇവിടുന്ന് മാറ്റപ്പെടും. ഇന്ന് നമ്മുടെ കൺമുമ്പിൽ ഇത് കാണുമ്പോൾ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ലോകം മുന്നോട്ടോടുമ്പോൾ ഇവിടെ ഈ വത്തിക്കനിൽ പോയ മറ്റൊരാളാണ് സാദിഖ് അലി തങ്ങൾ. മുസ്ലിങ്ങൾ, സൗദി അറേബ്യയിലെ രാജാവ്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധമതക്കാരും കൂടി ഇരിക്കുന്ന മീറ്റിങ്ങിന് സൗദിയിലെ രാജാവ് അതിൻ്റെ ആതിഥ്യം വഹിച്ചുകൊണ്ട് സ്പെയിനിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവം നമുക്കെല്ലാവർക്കും ഏകദൈവം. അദ്ദേഹം മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി അനേക മെസ്സഞ്ചേഴ്സിന് ദൂതുമായി അയച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളെല്ലാം വിശ്വസിക്കുന്ന ഒരു ദൈവം. ആരായി പറയുന്നത്? സൗദി അറേബ്യയിലെ രാജാവ് പറയുകയാണ്. മെക്കയുടെയും മെദീനയുടെയും കസ്റ്റോഡിയൻസ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളുടെ കാവൽക്കാരനായ സൗദിയിലെ രാജാവ് ക്രിസ്ത്യാനികളോടും ബുദ്ധമതക്കാരോടും ഹൈന്ദവരോടും ചേർന്ന് ഒരേക ലോക മതത്തിനു വേണ്ടി
അതിൻ്റെ പ്രയത്നം നടത്തുന്നു. ലോകത്തിൽ ഇന്ന് അതിശക്തമായി ഈ കാര്യം നടക്കുമ്പോൾ ദൈവമക്കളായ നമ്മൾ ഇത് വകതിരിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നെ പ്രിയപ്പെട്ടവരെ, ഉൽപ്രാവണം സംഭവിച്ചാൽ ഇവിടെ അവശേഷിക്കുന്ന ക്രിസ്ത്യ സമൂഹം, ഇവിടെ അവശേഷിക്കുന്ന മതങ്ങളും ക്രിസ്ത്യാനികളെല്ലാം കൂടെ ഒന്നിക്കുമെന്നുള്ളത് ദൈവവചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി. അതാണ് നമ്മൾ വായിച്ച 17-ാം അധ്യായത്തിലെ മർമ്മം മഹ്ദിയാം ബാബിലോൺ. എന്നാൽ ഇത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ അനേകർ അവൻ്റെ അടുക്ക ചെന്ന് പറയും, കാരണം അവർ കൈവിടപ്പെട്ടു പോയി. അവർ പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ, നമ്മൾ ഓർക്കണം, വേറെ ഒരു നാമത്തിലല്ല, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. കർത്താവ് പറയുന്ന വാക്കെന്നാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ലേ. വേണേ വാക്യമെന്നെടുത്തോ, മത്തായിയുടെ സുവിശേഷം, ഞങ്ങളെ കേൾക്കുന്ന ആരുമായിക്കൊള്ളട്ടെ, ഞങ്ങൾ ആർക്കും എതിരല്ല, ഞങ്ങൾ ആരോടും എതിർത്ത് സംസാരിക്കുകയല്ല. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയ സത്യം പറയാതിരുന്നാൽ ഞങ്ങൾ കുറ്റക്കാരാണ്. ദൈവം ഞങ്ങളെ മനസ്സിലാക്കിയത് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം, അവിടെ അതിന്റെ 22-ാം വാക്യം നോക്കിക്കാട്ടെ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ആരാണ് ഇത്? ആരുടെ പേരിലാണ് ഇവർ നടത്തുന്നത്? ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇത് ക്രിസ്ത്യാനികളാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഇവർ ചെയ്യുന്നത്. കർത്താവേ, നിന്റെ നാമത്തിലല്ലേ ഞങ്ങൾ ഇത് ചെയ്തത്? നിന്റെ നാമത്തിലല്ലേ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയത്? നിന്റെ നാമത്തിലല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത്? ആരായി പറയുന്നത്? ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ടെർമിനൽ ജനറേഷൻ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ ഈ ലോകത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ തലമുറ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഇന്ന് ഉൽപ്രാവണം നടന്നാൽ ഇന്നിവിടെ അവശേഷിക്കുന്ന ആളുകൾ പറയുന്ന വാക്കാണിത്. കർത്താവ് എന്താ അവരോട് പറയുന്നത്? കർത്താവ് അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ലേ. ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള വാക്ക് ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ, ഐ നെവർ ന്യൂ ദീ, നിന്നെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ക്രിസ്തുവുമായിട്ട് അവർക്ക് ഒരു ബന്ധവുമില്ല. പക്ഷെ അവർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആരുടെ നാമത്തില്? യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ആരാണിത് പറയുന്നത്? ഉൽപ്രാവണം നടന്ന ആ തലമുറയിൽ ജീവിച്ചിരിക്കുന്നവർ പറയുകയാണ്, നമ്മുടെ കർത്താവ് മടങ്ങി വരാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നമുക്കൊരു എക്സ്റ്റൻഡഡ് ടൈം തന്നിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് വന്ന് നമ്മളെ ചേർക്കാൻ സമയം അതിക്രമിച്ചു. എല്ലാ ലക്ഷണങ്ങളും ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളെല്ലാം നിവർത്തിക്കപ്പെട്ടു. കഴിഞ്ഞ രാത്രിയിലും നമ്മൾ അതിലൊരു കാര്യമെടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. 2600 വർഷം മുമ്പ് പറഞ്ഞ ആ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ പോലും, രാഷ്ട്രങ്ങൾ പോലും ചേരിതിരിഞ്ഞ് വാസ്തവത്തിലായിക്കഴിഞ്ഞപ്പോൾ എന്താ അത് നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്? ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ട ശേഷം അനന്തര പദ്ധതികൾക്ക് വേണ്ടി കാര്യങ്ങൾ ഒരുക്കപ്പെട്ട് കഴിച്ചു. കൃത്യമായി അത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നു. എന്നാൽ വളരെ ശക്തമായി ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചിട്ട് മുന്നോട്ട് പോകാം. ഈ അവസാനത്തെ ജനറേഷൻ ഉണ്ടല്ലോ, ഈ തലമുറ ഏറ്റവും അധികം വഞ്ചിക്കപ്പെടുമെന്ന് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആ വഞ്ചനയിൽ അകപ്പെട്ടവരാണ് ഇവിടെ വായിക്കുന്ന ഈ ഒരു കൂട്ടം ആളുകൾ. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, ഞാൻ ആർക്കും എതിരല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, ടെർമിനൽ ജനറേഷൻ, യേശുക്രിസ്തു വന്ന് മധ്യാകാശത്തിലേക്ക് തൻ്റെ ജനത്തെ ചേർക്കുമ്പോൾ ആ ജനറേഷൻ ഒരു വലിയ ഡിസെപ്ഷൻ, ഒരു വലിയ വഞ്ചനയിൽ അകപ്പെടുന്ന തലമുറയാണ്. അതെങ്ങനെ അറിയാം ബ്രദർ എന്ന് ചോദിക്കും. ഞാൻ മറ്റാരുടെയും വാക്കല്ല, യേശുക്രിസ്തുവിൻ്റെ വാക്കെടുത്ത് കാണിക്കാം. അതിന് ശേഷം നമുക്ക് വെളിപ്പാട് 17 പോകാം. കർത്താവിൻ്റെ
മലംപ്രഭാഷണം, ഒലിമല പ്രഭാഷണം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുക്കാം. നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യം പ്രത്യേകം അവിടെ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. ഈ രാത്രിയിൽ ദൈവം എന്നെ പ്രേരിപ്പിച്ചതനുസരിച്ച് ഞാനത് ചൂണ്ടിക്കാണിക്കാം. ഇവിടെ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിൻ്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ആ പശ്ചാത്തലത്തിലേക്ക് പോകുന്നില്ല. ക്രിസ്തുവിൻ്റെ അവസാനത്തെ ആഴ്ച യെരുശലേമിലും യെരുശലേം ദേവാലയത്തിൻ്റെ അങ്കണത്തിലുമാണ് ചെലവഴിച്ചത്. ദേവാലയം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ യഹൂദന്മാരായ ശിഷ്യന്മാർ കർത്താവിനോട് വന്ന് ചോദിച്ച ചോദ്യമാണ്, അതെപ്പോൾ സംഭവിക്കും? അതിൻ്റെ മറുപടി മത്തായിലില്ല. അതിൻ്റെ മറുപടി ലൂക്കോസിലുണ്ട്. 21-ാം അധ്യായം 19-ാം അധ്യായത്തിലുണ്ട്. വായിക്കണ്ട. അവിടെ കർത്താവ് പറഞ്ഞു, സൈന്യങ്ങൾ യെരുശലേമിനെ വളയുന്ന കണ്ടാൽ അതിൻ്റെ ശൂന്യകാലം അടുത്തെന്നറിഞ്ഞോളെ. അതോട് ചേർന്ന് ശിഷ്യന്മാർ ചോദിച്ചു, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞിരണം. ശിഷ്യന്മാർ ആത്മാർത്ഥമായി കർത്താവിനോട് ചോദിച്ചു, നിന്റെ വരവിൻ്റെ അടയാളം എന്താണ്? ലോകത്തിൻ്റെ യുഗത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളം എന്താണെന്ന് ചോദിച്ചു. യേശുക്രിസ്തു എന്താണ് ആദ്യം പറഞ്ഞത്? ആ ചോദ്യത്തിന് കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് നോക്കിയാട്ടെ. 24-ാം അധ്യായത്തിൻ്റെ അവിടെ 4-ാം വാക്യം നോക്കിയാട്ടെ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിനോട് കാലത്തിന്റെ അന്ത്യത്തിന്റെ ലക്ഷണം ചോദിച്ചപ്പോൾ, നിന്റെ വരവിന്റെ അടയാളം എന്തെന്ന് ചോദിച്ചപ്പോൾ, ആ കാലഘട്ടത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, കാലത്തിന്റെ അന്ത്യം മനുഷ്യനെ തെറ്റിക്കുന്ന കാലയളവാണ്. ഇറ്റ് ഈസ് എ ടൈം ഓഫ് ഡിസെപ്ഷൻ. ക്രിസ്തീയ ഗോളത്തിൽ വലിയ വഞ്ചന നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതിനെക്കുറിച്ച് വല്ലതും കർത്താവ് കൂടുതൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ആ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് വഞ്ചിക്കുന്നതെന്ന് നോക്കിയാട്ടെ. 11-ാം വാക്യം ഒന്ന് വായിച്ചേ ബ്രദറെ. 11-ാമത്തെ വാക്യം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. യെസ്, ആരാണ് തെറ്റിക്കുന്നത്? കള്ളപ്രവാചകന്മാരാണ്. ആരാണ് ഈ കള്ളപ്രവാചകന്മാർ? പലരും ധരിക്കുന്നത് പോലെ ഭാവിയെക്കുറിച്ച് പറയുന്നവരല്ല. 2 പത്രോസ് എന്നെടുത്തേ, നമുക്ക് തിരിച്ചുകൂടെ വരണം. ആരാണിതെന്നുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വരാം. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മാത്രം ഒന്ന് വായിച്ചേ. യെസ്. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. ആരാണ് ഈ കള്ളപ്രവാചകന്മാർ? ദുരുപദേഷ്ടാക്കന്മാരാണ്. ആ വാക്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. കള്ളപ്രവാചകൻ, പ്രവാചകൻ എന്നുള്ള വാക്ക് പ്രോഫിമി എന്ന വാക്കിൽ നിന്നാണ്. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ, ഫിമി എന്ന് പറഞ്ഞാൽ ടു സ്പീക്ക്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ, വൺ ഹു സ്പീക്സ് ബിഫോർ, അവനാണ് പ്രവാചകൻ. റോമാലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, ഒരുത്തൻ പ്രവചിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ഹി സ്പീക്സ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം വേണം, വെളിപ്പെടുത്തിയ വിശ്വാസ പ്രമാണത്തിനനുസരിച്ച് വേണം. അല്ലാതെ നമ്മൾ ഓർക്കുന്ന പോലെ ഭാവി പറയുന്നതല്ല. ഇവിടെ ഈ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുക. ആരാണ് പ്രവാചകൻ? പത്രോസ് രേഖപ്പെടുത്തിയത് ദുരുപദേഷ്ടാക്കന്മാരാണ്. നോക്കുക, തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവരാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, കാലത്തിന്റെ അന്ത്യത്തിൽ ആരും നിങ്ങളെ തെറ്റിക്കരുത്. ആരാണ് തെറ്റിക്കുന്നത്? 11-ാം വാക്യത്തിൽ വായിച്ചു, കള്ളപ്രവാചകന്മാർ, അതായത് ഈ ദുരുപദേഷ്ടാക്കന്മാർ വന്ന് അനേകരെ തെറ്റിക്കും. സോന്മാരെ, ആ വാക്ക് നോക്കി, കുറച്ചുപേരെയല്ല, അനേകരെ തെറ്റിക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കോർമ്മയുണ്ടല്ലോ 7-ാം അധ്യായത്തിൽ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളത്, ആ വഴി വിശാലം, അതിലൂടെ കടക്കുന്നത് അനേകരാണ്. ജീവകളിലേക്ക് കടക്കുന്ന വാതിൽ ഇടുക്കവും ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. ഈ രാത്രിയിൽ ഞാൻ ഓർപ്പിക്കട്ടെ, രക്ഷിക്കപ്പെടാത്ത വലിയൊരു സമൂഹം ക്രിസ്തീയ ഗോളത്തിലുണ്ട്.
ഉണ്ട്. കുറച്ചു പേരല്ല, വലിയൊരു സമൂഹമുണ്ട്. ഇവിടെ ദൈവജനത്തിൽ കൃത്യമായി കർത്താവ് അത് ഓർപ്പിക്കുന്നു. അനേകർ തെറ്റിപ്പോകും. ഇനിയും അവരെങ്ങനെയാണ് തെറ്റിപ്പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അവരെങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? 24 വാക്യം ഒന്ന് നോക്കിയേ. അതേ അധ്യായത്തിന്റെ 24 വാക്യം. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. കണ്ടോ? കാലത്തിന്റെ അന്ത്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് അനേകരെ തെറ്റിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല. ആരാ പറഞ്ഞത്? യേശു ക്രിസ്തു പറഞ്ഞതാണ്. ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു. ഞാൻ ഈ ഭാഗമെടുത്ത് ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഇന്ന് കാണുന്ന പലതും, പല സംഭവങ്ങളും കാണുമ്പോൾ യഥാർത്ഥമായി ദൈവമക്കൾ തന്നെ പറയുന്നുണ്ട്, അത് ദൈവത്തിൽ നിന്നല്ലേ, ദൈവമല്ലേ അത് നടത്തുന്നത്, ഈ അത്ഭുതങ്ങളൊക്കെ ദൈവമല്ലേ നടത്തുന്നത്? പലർക്കും സംശയം. എങ്ങനെ തിരിച്ചറിയാം? എങ്ങനെ ഇത് ദൈവത്തിൽ നിന്നാണോ ദൈവത്തിൽ നിന്നല്ലയോ എന്ന് ഇങ്ങനെ തിരിച്ചറിയാം? കാരണം വലിയൊരു സമൂഹം തെറ്റിപ്പോകും, വലിയൊരു സമൂഹം നിത്യ നരകത്തിലേക്ക് പോകും, വലിയൊരു സമൂഹം കാലത്തിന്റെ അന്ത്യത്തിൽ കർത്താവ് പറഞ്ഞു ആരും നിങ്ങളെ തെറ്റിക്കരുതെന്ന് പറയുമ്പോൾ വലിയ വഞ്ചന, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പേര് പറഞ്ഞ് അനേകരെ തെറ്റിക്കും. അവരാണ് വന്ന് പറയുന്നത്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങള് ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ അത് ചെയ്തു, ഞങ്ങൾ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ വാക്കെന്താണ്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നമ്മളിൽ വസിക്കുന്ന ആത്മാവ്, നമ്മൾ ഓർക്കണം, കഴിഞ്ഞ രാത്രിയിൽ നമ്മളത് ചിന്തിച്ചു. ഈ സഭയുടെ പണി നടക്കുന്ന കാലയളവിൽ അതിശക്തമായിട്ടാണ് ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കോർമ്മയുണ്ടല്ലോ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് എന്നുമെന്നും ആരംഭം മുതൽ അതിനെ എതിർക്കുന്ന വലിയ പൈശാചിക ശക്തിയുണ്ട്. ക്രിസ്തീയ സഭയിൽ ദൈവമക്കളെ വഞ്ചിക്കാൻ, തെറ്റിക്കാൻ സാത്താൻ വളരെ ശ്രമിക്കുന്നുണ്ട്. സാത്താൻ താനും, പൗലോസ് രേഖപ്പെടുത്തി, സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷമെടുക്കും. അവന്റെ ശുശ്രൂഷകന്മാർ ഈ വെളിച്ചത്തിന്റെ ദൂതന്മാരുടെ കൂട്ട് അവർ നടക്കും. അല്ലാതെ അവര് പൈശാചികനാണ് എന്ന് പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കുകയല്ല. അവർ വഞ്ചിക്കുന്നത് എങ്ങനെയാണ്? വെളിച്ച ദൂതന്റെ വേഷത്തിൽ വന്നാണ് വഞ്ചിക്കുന്നത്. വഞ്ചന എന്ന് പറയുമ്പോൾ അറിയില്ല. പക്ഷേ ദൈവജനത്തിന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? നമ്മളിൽ വസിക്കുന്ന ആത്മാവുണ്ടല്ലോ, ഈ ആത്മാവിന് പ്രത്യേകാൽ ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ നമുക്കറിയാം ആത്മാവിന്റെ ഫലങ്ങളുണ്ട്. ഫലങ്ങൾ, നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ അറിയാമല്ലോ. നിങ്ങൾ അവരുടെ ഫലങ്ങളാൽ തിരിച്ചറിയും. യു ഷാൽ നോ ദം ബൈ ദ ഫ്രൂട്ട്സ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൽ ആത്മഫലം എടുത്ത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പ്രത്യേകം എടുത്തോട്ടെ, ഒറ്റ കാര്യം എടുത്തോട്ടെ. അതിൻ്റെ 22-ാം 23-ാം വാക്യമാണ്. 9 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട് ആത്മഫലം. 9ാമത്തെ ആത്മഫലം ഏതാണ്? ഇന്ദ്രിയ ജയം. എന്താണ് അതിന്റെ ഇംഗ്ലീഷ് വേർഡ്? സെൽഫ് കൺട്രോൾ. സെൽഫ് കൺട്രോൾ ദൈവാത്മാവിന്റെ ഫലമാണോ? there will be സെൽഫ് കൺട്രോൾ. ഒരാളുടെ ചേഷ്ടകൾ നോക്കിയാൽ മതി. ദൈവാത്മാവിന്റെ നിയന്ത്രണമുണ്ടോ? അതോ നിയന്ത്രണമില്ലാതെ ആത്മാവുള്ളവന് ഇന്ദ്രിയ ജയമുണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്. ഞാൻ പറയുമ്പോൾ ക്ഷമിക്കണം. ഇന്ന് TV ഓൺ ചെയ്താൽ, വാർത്താ മാധ്യമങ്ങളിൽ ചെന്നാൽ നിങ്ങൾ കാണുന്നത് പണ്ട് കണ്ടിട്ടില്ല. 1980-കൾക്ക് ശേഷം കാണുന്ന ഒരു കാഴ്ചയാണ്. ഇങ്ങനൊന്ന് കൈയെടുത്താൽ മതി, ആളുകൾ വീഴുകയാണ്, പടാന്ന് വീഴുകയാണ്. ഞാനിത് എന്താണെന്നറിയാൻ പോയി നോക്കിയിട്ടുണ്ട്. ഞാൻ എങ്ങനെയുള്ള മീറ്റിങ്ങിന് കയറി ഇരുന്നിട്ടുണ്ട്. എനിക്കറിയണം ഇതെന്താണെന്ന്. അവിടെ ഇരിക്കാൻ കസാറയില്ല. പുറകിലൊരു 1-2 കസാറകൾ കണ്ടു. ഞാനതിൽ ഒരു കസാറയിൽ പോയിരുന്നു. ഞാൻ നോക്കി, ഇവർ കളിപ്പിക്കുന്നതാണോ? അല്ല, മയങ്ങിക്കിടക്കുകയാണ്. സ്ത്രീകളൊക്കെ വസ്ത്രങ്ങൾ മാറി മയങ്ങിക്കിടക്കുകയാണ്.
എന്താ ഈ നടക്കുന്നത്? ഞാൻ ഒരു ദിവസം ദൈവജനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊരു ന്യായവിധിയാണെന്ന് എനിക്ക് മനസ്സിലായി. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം നോക്കിയാട്ടെ. ഇത് ദൈവിക ന്യായവിധിയാണ്. കാരണം നമ്മൾ ചിന്തിച്ചതുപോലെ ഒരു സ്ത്രീയും മലർന്നു വീണ് അവരുടെ വസ്ത്രങ്ങൾ മാറിക്കിടക്കാൻ അനുവദിക്കില്ല. ആത്മനിയന്ത്രണമുണ്ടെങ്കിൽ, സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ, അവരിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണെങ്കിൽ അവരൊരിക്കലും അതിന് വിധേയപ്പെടത്തില്ല. സെൽഫ് കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് ചെയ്യുകയാണ്. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം നോക്കിയാട്ടെ. അവിടെ ഈ ഭാഗം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്ക് ഇതോട് ചേർത്ത് ഞാൻ ഓർത്തു. കർത്താവ് പറഞ്ഞു, അവർ തിരുവെഴുത്തുകളെ അറിയായികയാൽ തെറ്റിപ്പോകുന്നു. ദൈവവചനത്തെ അറിയായികയാൽ തെറ്റിപ്പോവുകയാണ്. നമ്മളിവിടെ നോക്കുക, ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടു ഈ വിഷയങ്ങളൊന്ന് പഠിക്കാൻ. ഞാനപ്പോൾ ഓർത്തുപോയി. എൻ്റെ ഭാര്യയും എന്നോട് ചോദിച്ചു, ദൈവത്തിന് ഇത് 1, 2, 3 എന്ന് ഇങ്ങനെ എഴുതി തന്നാൽ പോരായിരുന്നു? ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇത് സത്യമാണ്, അത് തെറ്റാണെന്ന് ഗ്രഹിക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു. അതിൻ്റെ മറുപടി ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു. അതിൻ്റെ 28-ന്റെ 10-ാം വാക്യം, ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം, ഇവിടെ അല്പം അവിടെ അല്പം. ദൈവവചനത്തിൽ ഏത് സത്യമെടുത്താലും ഹിയർ എ ലിറ്റിൽ ദെയർ എ ലിറ്റിൽ, ഒന്നിച്ചല്ല തന്നിരിക്കുന്നത്. അവിടെ നിന്ന് പെറുക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അവർക്ക് കേൾപ്പാൻ മനസ്സില്ല. നിങ്ങൾ നോക്കിയേ 12-ാം വാക്യത്തിന്റെ അവസാനം, എങ്കിലും, യെസ് വായിച്ചേ ബ്രദർ, എങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സിലായിരുന്നു. അടുത്തത്, ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണ് തകർന്ന് കുടുക്കിൽ അകപ്പെടേണ്ടതിന് യഹോവയുടെ വചനം ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം, എങ്കിലും അവർ ചെന്ന് പിടിപെടണം. ദൈവത്തിന്റെ ന്യായവിധിയാണ്. ദൈവത്തിന്റെ ന്യായവിധിയാണ്. ദൈവവചനം കേൾപ്പാൻ അവർക്ക് മനസ്സില്ല, സത്യമറിയുവാൻ മനസ്സില്ല. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നമ്മൾ ഓർക്കണം, കാലത്തിന്റെ അന്ത്യത്തില് സത്യവചനം കേൾക്കാതെ കെട്ടുകഥകൾ കേൾക്കുന്ന കാലം വരും. ഞാൻ ആ വാക്യങ്ങളൊന്നും എടുക്കാതെ പറയുകയാണ്. പൗലോസ് തീമോഥെയോസിന് എഴുതി, കാലം അതിന്റെ അന്ത്യത്തിലെത്തുമ്പോൾ മനുഷ്യൻ കർണരസമാകുമാറ് ചെവിക്ക് ഇഷ്ടമുള്ള ദൂത് പറയുന്നവരെ വേണം. യെസ്, ഞാൻ പറയട്ടെ, ഇവിടെ ഒരു മിറാക്കുലസ് ക്രൂസൈഡ് ആണെന്ന് പറഞ്ഞാൽ ഇവിടെ ആളുകളെ കൊണ്ട് തിങ്ങും. അതാണ് മനുഷ്യന് വേണ്ടിയത്. മനുഷ്യനത് വേണം. ദൈവവചനം പ്രസംഗിക്കുന്നിടത്ത് എത്ര പേര് വരും? ഇത് പൗലോസ് രേഖപ്പെടുത്തി വെച്ചു. എവിടെയാണ് സത്യം? ഞാൻ ചോദിച്ചോട്ടെ, വല്ല മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടോ? ഈ ടിവിയിലൊക്കെ കാണുകയാണ്, മരിച്ചവരെ ഉയർപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കാപഠ്യമാണ്. യേശുക്രിസ്തുവിന്റെ 2-ാം വരവിൽ മാത്രമേ മരിച്ചവർ ഉയർക്കുകയുള്ളൂ. അതിനു മുമ്പ് ഉയർപ്പിക്കാൻ ഒരുത്തനും ശക്തിയില്ല. ചുമ്മാതെ പറഞ്ഞ് കെട്ടുകഥകൾ, അതാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്ന വാക്ക്, കെട്ടുകഥകൾ കേൾപ്പിക്കുന്ന കാലം. ഞാൻ എടുക്കുന്നത് ദൈവപുത്രന്റെ വാക്കുകളാണ്. ഇവിടെ നമ്മൾ കണ്ടു, പുറകോട്ട് വീഴുന്നു. ഒരു സുബോധമുള്ള മനുഷ്യൻ, കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ കവിഴ്ന്നു വീഴും. അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നു, അബ്രഹാം കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിച്ചു. ദൈവത്തെ നമസ്കരിക്കുന്നവർ കമന്നു വീഴുമ്പോൾ ഈ കൂട്ടരെന്തിനാ മലന്നു വീഴുന്നേ? ഇവിടെ വായിച്ചത് കണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടോ? ആകയാൽ അവർ ചെന്ന് പുറകോട്ട് വീണ് കുടുക്കിലകപ്പെടണം. ഇനി ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവിടെ അങ്ങ് വിടാം. മർക്കോസിന്റെ സുവിശേഷം എന്തെടുത്ത്, മർക്കോസിന്റെ സുവിശേഷം, കർത്താവ് ശിഷ്യന്മാരുമായിട്ടുള്ളൊരു സംഭാഷണം, ഭൂതങ്ങളോടുള്ള ബന്ധത്തിലാണ് അത് പറയുന്നത്. ആ ഭൂതങ്ങളുടെ ജോലി മനുഷ്യനെ തെളിയിടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്, ഒരു ഊമനും ഒരു അവനെ 18-ാം വാക്യം, അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടും.
തള്ളിയിടും. എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. യെസ്, അതിന്റെ മതി. അവിടെ 25-ാം വാക്യത്തിൽ അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഓമനും ചെകിടിനുമായി അശുദ്ധാത്മാവേ എന്ന് വിളിച്ചപ്പോൾ അശുദ്ധാത്മാവ് അവനെ വിട്ടുപോവുകയാണ്. ഈ അശുദ്ധാത്മാവ് തള്ളിയിടും. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് എന്താ ഇതിനെ സുഖപ്പെടുത്താൻ കഴിയാഞ്ഞത്, പുറത്താക്കാൻ കഴിയാഞ്ഞത്? കർത്താവ് പറഞ്ഞ വാക്ക് 29-ാം വാക്യത്തിലുണ്ട്. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോവുകയില്ല എന്ന് അവൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞ വാക്കിന്റെ ആശയം മലയാളത്തിൽ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ this kind, it is a special kind of evil spirit. This kind, ഈ വിധമായ ദുരാത്മാക്കൾ പ്രാർത്ഥനയാലും ഉപവാസത്താലേ വിട്ടുപോകുകയുള്ളൂ. ഈ ദുരാത്മാക്കളെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതല്ല. ഈ ദുരാത്മാക്കളെ ധാർമ്മിക അധപ്പതനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരല്ല. ആത്മിക ഗോളത്തിലെ ദുരാത്മാക്കളാണ്. ഇവരാണ് മനുഷ്യനെ തള്ളിയിടുന്നത്. ദിസ് കൈൻഡ് ഓഫ് സ്പിരിറ്റ് എന്ന് കർത്താവ് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, വി ആർ ലിവിങ്, നമ്മൾ ജീവിക്കുന്നത് ഈ ഡിസെപ്ഷൻ്റെ സമയത്താണ്. വളരെ വഞ്ചന പ്രവർത്തിക്കുന്ന ക്രിസ്തീയ സമൂഹം നമ്മുടെ തിരുവചനത്തിലൂടെ കണ്ടു. അനേകരന്ന് വന്ന് പറയും, കുറച്ചു പേരല്ല, അനേകർ വന്ന് പറയും, ഞങ്ങളിതൊക്കെ ചെയ്തു. കർത്താവ് അവരോട് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. സൗന്മാരെ, ആ വാക്കിൻ്റെ അർത്ഥം യേശുക്രിസ്തുവായിട്ട് അവർക്ക് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. വി ആർ ലിവിങ് ഇൻ എ ഡിസെപ്ഷൻ ടൈം. ഉൽപ്രാവണം കഴിയുമ്പോൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവജനമെല്ലാം ഇവിടെ നിന്ന് മധ്യാകാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട് കർത്താവിനെ കാണുവാൻ അവർ എടുത്തുകൊള്ളപ്പെട്ട് കഴിയുമ്പോൾ വഞ്ചനയുള്ളവരെല്ലാം ഇവിടെ ശേഷിക്കും. ഇവരെ ഒന്നിക്കുന്ന സംഭവമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ വായിച്ചത്. നമുക്ക് ആ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. എന്നാൽ ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കണം. ആ പറഞ്ഞിരിക്കുന്നത് ആരോടുള്ള ബന്ധത്തിലാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കുക. ആ ഭാഗത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. ഇത് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഞാൻ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. നമ്മൾ കണ്ടതുപോലെ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന ഒരു വലിയ മതസംഹിത, ഭൂരാജാക്കന്മേൽ ആധിപത്യമുള്ള ഒരു നഗരം. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് 9-ാം വാക്യത്തിൽ, തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. 7 മലകളിൽ ഇരിക്കുന്നത് എന്തിനാ? ചരിത്രം അറിയാവുന്നവർക്കറിയാം, അത് റോമാണ്. 7 ഹിൽഡ് സിറ്റി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് റോമാണ്. ഒരിക്കൽ ഞാൻ കൂടി വന്നൊരു സ്ഥലസഭയിൽ ഈ വിഷയം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു കപ്പിൾസ്, ഒരു ഭാര്യയും ഭർത്താവും എൻ്റെ അടുക്കൽ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് വീട്ടിലോട്ടൊന്ന് വരണം. ഞാൻ പറഞ്ഞു വരിക എന്ന് പറഞ്ഞു. അവരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ ആ സഹോദരി കാത്തലിക് ചർച്ചിലെ ഒരു നണ്ണായിരുന്നു. അവിടുത്തെ ഒരു മഠത്തിലമ്മയായിരുന്നു. ആ സഹോദരി ആ മഠത്തിൽ നിന്ന് പുറത്തു വന്ന് അവരുടെ വിവാഹം കഴിഞ്ഞ് അവർ ജീവിക്കുകയാണ്. ഞാനിത് പ്രസംഗിച്ചപ്പോൾ അവർക്ക് എന്നോട് ചില കാര്യം പറയാനായിട്ട് അവരെൻ്റെ വീട്ടിൽ വന്നതാണ്. അവരെന്നോട് സംസാരിച്ചത് എന്നെ അത്ഭുതപ്പെടുത്തിയ ചില കാര്യങ്ങളാണ്. ആ സഹോദരി എന്നോട് പറഞ്ഞു, ഞങ്ങളെ പഠിപ്പിച്ചത് ഒരിടയനും ഒരാട്ടിൻകൂട്ടമാകും. നമ്മുടെ കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞു, ഒരിടയനും ഒരാട്ടിൻകൂട്ടവുമാകും. ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് പോപ്പിൻ്റെ കീഴിൽ എല്ലാവരും കൂടെ ഒന്നിച്ചു വരും എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. കാത്തലിക് നൺസിനെ അവരുടെ പുരോഹിതന്മാരെയും പഠിപ്പിച്ചിരിക്കുന്നത് പ്രോട്ടസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വൺ ഹു പ്രൊട്ടസ്റ്റഡ് ദ ചർച്ച്. അവർ വിളിക്കുന്ന പേര് റിബൽസ് എന്നാണ്. 1517 പ്രൊട്ടസ്റ്റൻസ് ഉണ്ടായത്. അതുവരെ ലോകത്തിലുള്ള ഏക സഭ കാത്തലിക് ചർച്ചാണ്. വേറെ ഒരു സഭകളില്ല. ആ കാത്തലിക് ചർച്ച് അവരുടെ പഠിപ്പീര് വാസ്തവത്തിൽ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ സഭാ ചരിത്രം ബൈബിളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ
ആദ്യത്തെ 30 വർഷത്തിൻ്റെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഉൽപ്രാവണം വരെയുള്ള ചരിത്രം 2-3 അധ്യായം വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ 2 and 3. അതായത് ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ ചരിത്രം കഴിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവ് വരെ, മധ്യാകാശ വരെയുള്ള ചരിത്രം പറഞ്ഞിരിക്കുകയാണ് ഈ 2-3 അധ്യായത്തിൽ. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മന്നീരുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. മുൻപേ മുൻപേ പോയിടുന്നോർ ഭാഗ്യമുള്ളവർ, മന്നീലുള്ള കഷ്ടതകൾ നീങ്ങി സ്വസ്ഥരായവർ. സ്വർഗഭാഗ്യം എത്രയോഗ്യം ആർക്കു വർണ്ണിക്കാം, ആദിൻ ഭാഗ്യമോർക്കും തോറുമേനിക്കാശയേറും.